നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നോക്ക്, എന്നെ വിശ്വാസം ഇല്ലേ? ഒട്ടുമില്ല. ഊതാൻ പറഞ്ഞ ഊതണം. ഊതടാ. എന്റെ അമ്മോ, ഞാനിപ്പോ ചത്തുപോ. ഇതെന്താടാ മൂർഖം പാപ്പ് വാ തുറന്ന പോലെ ഉണ്ടല്ലോ. നീ എന്താടാ പറഞ്ഞ? നീ രാവിലെ അടിക്കാറില്ലെന്നല്ലേ? ഇത് ഇന്നലെ രാത്രി അടിച്ചതാ. എവിടെ നോക്കട്ടെ. ഇത് രാത്രി ഒന്നും അടിച്ചില്ല, ഇത് ഇപ്പൊ അടിച്ചതാ. അമ്മോ, എന്തൊരു വാടാ. ഈ കള്ളുടിയൻ പറഞ്ഞ കേട്ടിട്ടാണോ മുത്തശ്ശി എന്നെ ചോദ്യം ചെയ്തത്? കള്ളുടിച്ച് ഈ വീട് തൊലച്ച്. നീ അങ്ങനെ ആടിനെ പട്ടിയാക്കാനൊന്നും നോക്കണ്ട. ആദ്യം ഉടപ്പറന്നോളൂ ചോദിച്ചെന്റെ മറുപടി പറ. എന്ത് മറുപടി പറയാം? പരിശോധന കണ്ടല്ലേ, അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. നീ അങ്ങനെ കാടടച്ച് പിടിവെക്കാനൊന്നും നോക്കണ്ട കൊച്ചാനന്തരവനെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. എനിക്ക് എന്റെ ഓർമ്മശക്തി തെളിയിക്കണം. അതെ, ഓർമ്മശക്തി തെളിയിക്കാൻ മാമ വല്ല ഹോസ്പിറ്റലിൽ പോകും. ചുമ്മാ ഇവിടെ കിടന്ന് കള്ളും കുടിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ് വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താനിട്ട്. ഓ എന്റെ പൊന്ന് ദത്തം പോലീസേ, ഞാൻ പറയുന്നത് താനെങ്കിലും ഒന്ന് വിശ്വസിക്ക്. ഇവിടെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. എന്ത് കള്ളക്കളികൾ? ഏക് ബച്ചേ ദോ മാതാ. അല്ല, ഗോമതി. ആരാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച? കേറി പോവാത്ത. ഈ വിധിയും വിചാരണയും കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു. ഒന്നും വൈകിട്ടില്ല. ഏക് ബച്ചേ ദോ മാതാ. ഒരു കുഞ്ഞും രണ്ടമ്മമാർ. കബി കബി കുച്ചു കുത്തു ഹോത്താ ഹൈ. എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. മാർക്കിട്ട്. അയ്യോ, കുഴപ്പം ഇവിടെയായിരുന്നു, എന്നിട്ട് തലക്കകത്ത്. ഇപ്പൊ മാറിയോടാ? അതോ ഇനിയും വേണം? വേണ്ട, ഞാൻ സത്യമല്ലേ പറഞ്ഞത്. സത്യം അറിഞ്ഞിടത്തോളം മതി. ദത്തനും അതി പോകാൻ നോക്ക്. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മിണ്ടി പോകരുത്. എന്റെ കണ്ണുമട്ടത്ത് കണ്ടുപോകരുത്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. പരശുരാമന് പോകാം. അറിയാതെ ഉള്ളവ ചൊറിയുമ്പോ അറിഞ്ഞോളൂ. നീ എല്ലാരും എന്ത് കാണാൻ നിക്ക? പോയി വല്ല പണിയും നോക്ക്. പോകാൻ. നീ ഡയലോഗ് പറഞ്ഞ് മിടിക്കേട്ടങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ? വെറുതെ വഴക്കിന് വരണ്ട എന്നോട്. ഒച്ചകെട്ട കുഞ്ഞുണരും. എന്റെ കുഞ്ഞു പറഞ്ഞ നിനക്കെന്താടി? നീ അതിന്റെ ആരാ? ഞാൻ ആരാണെന്ന് കോടതി പറയും. പിന്നെ എന്റെ ഭർത്താവ്. അവൻ നിന്റെ ഭർത്താവ് ആവുന്നതിന് മുൻപേ എന്റെ കൂടെപ്പിറപ്പായവനാ. അവനെ വെച്ച് നീ വിലപേശാൻ നിക്കണ്ട. വിലപേശാൻ വരുന്നത് നിങ്ങളല്ലേ? ഡി, നീ അധികം നെകളിക്കണ്ട. ഞാൻ അന്ന് പറഞ്ഞ ബോംബ് ഇപ്പോഴെന്റെ കയ്യിലുണ്ട്. പൊട്ടിക്കാൻ ഒരു ശുഭമുഹൂർത്തം നോക്കിയിരിക്കാൻ ഞാൻ. പൊട്ടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? പിന്നെന്താ പൊട്ടിക്കാത്ത? ഞാനത് പൊട്ടിച്ച അപമാനത്തിനാകാൻ പോകുന്നത് എന്റെ ആദ്യക്കുട്ടം കൂടിയാണല്ലോ എന്ന് വിചാരിച്ച ഇത്രയും ദിവസം ഞാൻ ക്ഷമിച്ചത്. അവന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് അറിഞ്ഞോ? അത് അവനും കൂടി മോശമല്ലേ?